ഇന്നീ പാർട്ടി ലോകമെങ്കും ശോഭിച്ചിടും കാരണഭൂതം പിണറായി സഖാവിനു അഭിവാദ്യങ്ങൾ. ഇതാണ് പ്രശസ്തമായ കാരണഭൂത തിരുവാതിര. ഈ പാട്ടിന് ശേഷം ഈ പാർട്ടി തന്നെ ശോഷിച്ചു പോയെങ്കിലും സ്തുതിപാഠകർക്കും കാലുതിരുമികൾക്കും ചാകരയായിരുന്നു. അതായത് ഭൂതത്തെ വാഴ്ത്തിപ്പാടിയവർക്കെല്ലാം കിട്ടി പട്ടും വളയും ജോലിയും. അക്കൂട്ടത്തിലെ വിശ്വമഹാകവിയാകുന്നു പൂവത്തൂർ ചിത്രസേനൻ. ചെമ്പടയ്ക്കു കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയായി ലാൽ സലാം ലാൽ സലാം. ചിത്രസേനൻ്റെ സ്തുതിഗീതം അയാൾക്ക് നേട്ടമേ നൽകിയുള്ളൂ. അറ്റൻഡറായി വിരമിച്ചതിന് ശേഷവും ധനകാര്യ വകുപ്പിൽ ഭൂതം ജോലി നൽകി, മെസ്സഞ്ചറായി, കൂടെ ഡ്രൈവറും വണ്ടിയും. ദാസപ്പൻ മുതലാളിയെ സ്തുതിച്ചവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ഥിരമായി തിന്നാനുള്ള വകയൊത്തു. ഖജനാവ് ചോർന്നെങ്കിലും ചിത്രസേനന് ദാസപ്പൻ രക്ഷകനായിരുന്നു. ഈ സ്തുതിഗീതം രചിച്ചില്ലായിരുന്നെങ്കിൽ താൻ വല്ലാത്തൊരവസ്ഥയിൽ എത്തുമായിരുന്നെന്നാണ് ഈ വിശ്വമഹാകവി പറഞ്ഞത്. അതായത് ഒരുമാതിരി പ്രസവവേദന അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നർത്ഥം. നിരവധി കവിമാരും സാംസ്കാരിക നായകളും തിന്ന് കുടിച്ച് ഏമ്പക്കം വിട്ടുപോയി. നടുവൊടിഞ്ഞത് നമ്മൾ ഈ പാവം ഓട്ടുകുത്തികൾക്ക് മാത്രം. ഒരു തവണ കൂടി ഭൂതം വന്നിരുന്നെങ്കിൽ ചിത്രഗുപ്തൻ അക്കാദമി അവാർഡ് ഒത്തേനെ, കൂടാതെ കേരളശ്രീ പുരസ്കാരവും. ആർക്ക് പോയി? ചിത്രഗുപ്ത ജസ്റ്റ് മിസ്ഡ്. സാരമില്ല, എഴുതിക്കൂട്ടിക്കോ. അടുത്ത തവണ ഭൂതം വരുമ്പോൾ ഉറപ്പ്.